ബലാത്സംഗ കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ PG മനു ഒരു ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഹൈക്കോടതിയിൽ. അതിന്ന് വീണ്ടും പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേസിൽ അന്വേഷണം പൂർത്തിയായി സർക്കാർ അറിയിച്ചതായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് PG മനു ഈ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യ ഹർജികൾ ഈ ഒരു അറസ്റ്റ് ഒഴിവാക്കാനും ജയിൽവാസം ഒഴിവാക്കാനും എല്ലാമുള്ള നീക്കങ്ങൾ PG മനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ജനുവരി 31-ന് കീഴടങ്ങിയ പോലീസ് മുമ്പാകെ കീഴടങ്ങിയ മനു നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. ഒപ്പം ചോദ്യം ചെയ്യലും അന്വേഷണവുമായി മനു സഹകരിച്ചിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയിൽ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണവുമായി പൂർണ്ണമായും തന്നെ സഹകരിക്കുന്നുണ്ട്. ഈ ബലാത്സംഗ കേസിൽ തനിക്കെതിരായ ആരോപണം അടിസ്ഥാനരഹിതമാണ്, വ്യാജമായി ഉയർത്തിയതാണ് എന്ന കാര്യമായിരുന്നു തുടക്കം മുതൽ തന്നെ ഈ മനു പറഞ്ഞുകൊണ്ടിരുന്നത്. കോടതിയിലടക്കം വാദിച്ചിരുന്നത്, മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും എല്ലാം ചെയ്തത്. പിന്നീടാണ് നിയമപരമായി നേരിടാനുള്ള കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തുടർ നടപടികളിലേക്ക് കടക്കുന്നതും അറസ്റ്റ് ഉണ്ടാവുകയും എല്ലാം ചെയ്യുന്നത്. ഇവിടെയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്ക് ഏറെ നിരവധിയുണ്ട്, അതുകൊണ്ട് മാത്രമല്ല അന്വേഷണം പൂർത്തിയായി എന്ന് സർക്കാർ തന്നെ കോടതിയെ അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തനിക്ക് ജാമ്യം നൽകണമെന്ന കാര്യമാണ് PG മനു വ്യക്തമാക്കുന്നത്. അന്വേഷണവുമായി എല്ലാ ഘട്ടത്തിലും പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകാറായ സാഹചര്യത്തിൽ ഇനിയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ല. കാരണം അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, പല സാക്ഷികളെ അടക്കം സ്വാധീനിക്കാം, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ജാമ്യ ഹർജി എതിർത്തിരുന്നതെങ്കിൽ ഇനി അതിനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് PG മനു വ്യക്തമാക്കുന്നത്. ഏത് ഉപാധിയും, അതായത് കോടതി തനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് നൽകുന്ന ഏത് ഉപാധിയും അനുസരിക്കാൻ തയ്യാറാണ് എന്നാണ് PG മനു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. മജിസ്ട്രേറ്റ് സെഷൻസ് കോടതികൾ ജാമ്യ ഹർജികൾ തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്.